നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കുടുംബശ്രീ സർവ്വതല സ്പർശിയായ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ CDS വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 ഒക്ടോബർ 11 മുതൽ 18 വരെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 8-ന് 13 ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോട്ടറി തൊഴിലാളികളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് അഡ്വക്കേറ്റ് S. അശോകൻ പറഞ്ഞു. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ സർവ്വതല സ്പർശിയായ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് ആരംഭിച്ച കുടുംബശ്രീ ഇന്ന് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കിയതിനൊപ്പം സംരംഭകരാക്കിയും മാറ്റിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ CDS വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടനുബന്ധിച്ച് വിളംബര റാലിയും നടന്നു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ CDS വാർഷികവും നൂറുകണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത റാലിയും കഞ്ഞിക്കുഴിയിൽ നടന്നു. സ്ത്രീശക്തി വിളിച്ചറിയിക്കുന്ന വിളംബര റാലിക്ക് ശേഷം നടന്ന വാർഷിക സമ്മേളനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സംരംഭകത്വ മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പോലും കുടുംബശ്രീയുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വ്യവസായ യൂണിറ്റുകൾ നമ്മുടെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും. വ്യാവസായികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന പ്രദേശങ്ങളിൽ പോലും ചെറുകിട സംരംഭങ്ങളിലൂടെ നാടിനൊരു മാറ്റമുണ്ടാക്കാനും കുടുംബശ്രീയിലൂടെ അവരുടെ സ്വയം വരുമാനം വർദ്ധിക്കാനും കാരണമായി തീർന്നു എന്നുള്ളതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഉഷ മോഹൻ, സാന്ദ്ര ജിന്നി, CDS ചെയർപേഴ്സൺ ബിന്ദു സലിംകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സിൽവി സോജൻ, പ്രദീപ് മധു, ബേബി ഐക്കര, ടിൻസി ജെയ്മോൻ, ഐസൻജിത്ത്, മെമ്പർ സെക്രട്ടറി അനിൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ പുഷ്പ തോമസ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു. മികച്ച ADSകളെയും റാലിയിൽ മികവ് പുലർത്തിയ കുടുംബശ്രീ യൂണിറ്റുകളെയും വിദ്യാഭ്യാസ കായിക മേഖലകളിൽ നേട്ടം കൈവരിച്ചവരെയും വാർഷിക സമ്മേളനത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 ഒക്ടോബർ 11 മുതൽ 18 വരെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 15-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, PG ജോസഫ് MLA, പ്രശസ്ത സിനിമാ താരം കലാഭവൻ ഷാജോൺ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ 100-ൽ പരം വിദ്യാലയങ്ങളിൽ നിന്നുമായി 5000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 എന്ന പേരിൽ ഒക്ടോബർ 11 മുതൽ 18 വരെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കും. 11-ന് രചനാ മത്സരങ്ങളും 13-ന് ബാൻഡ് ഡിസ്പ്ലേ മത്സരവും 15-ന് 10 മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനവും 16 മുതൽ 18 വരെ രംഗകലകളും നടക്കും. 15ഓളം വേദികളിലായാണ് രംഗകലകൾ നടക്കുക. സർഗധ്വനി 2025 ഔദ്യോഗിക ഉദ്ഘാടനം ഒക്ടോബർ 15-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യ പ്രഭാഷണം നടത്തും. PG ജോസഫ് MLA ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രശസ്ത സിനിമാ താരം കലാഭവൻ ഷാജോൺ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LI CMC സ്വാഗതം ആശംസിക്കും. CKS പ്രസിഡന്റ് റവറൻ ഫാദർ മാത്യു കരീത്തറ CMI അധ്യക്ഷത വഹിക്കും. CMC പാവരാത്മ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന CMC അനുഗ്രഹ പ്രഭാഷണവും മുനിസിപ്പൽ ചെയർമാൻ K. ദീപക്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ J. തൈച്ചേരി എന്നിവർ ആശംസകളും നേരും.
സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ CMC, സഹോദയ ഭാരവാഹികൾ, വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സർഗധ്വനി 2025 എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒക്ടോബർ 18 വൈകുന്നേരം 4 സമാപന സമ്മേളനം. സമാപന സമ്മേളനത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തൊടുപുഴ DYSP PK സാബു മുഖ്യ പ്രഭാഷണം നിർവഹിക്കും. സിനിമാ താരവും കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ സമ്മാനാർഹരെ ആദരിക്കും. തൊടുപുഴ വിജ്ഞാനമാത ഇടവക വികാരി ഫാദർ തോമസ് വിലങ്ങുപാറയിൽ, സിസ്റ്റർ ഗ്ലോറി CMC, എഡ്യൂക്കേഷൻ കൗൺസിലർ, സഹോദയ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരിക്കും. ഒക്ടോബർ 11 രചനാ മത്സരങ്ങളും 13 ബാൻഡ് ഡിസ്പ്ലേ മത്സരവും 15 10 മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനവും 16 മുതൽ 18 വരെയുള്ള തീയതികളിൽ രംഗകലകളും നടത്തപ്പെടും. 15ഓളം വേദികളിൽ ആയാണ് രംഗകലകൾ അവതരിപ്പിക്കപ്പെടുക. സർഗധ്വനി 2025 ഭാഗമായി ഒക്ടോബർ 4 ഒന്നാമതുമായ വിളംബര റാലി നടത്തപ്പെടുകയുണ്ടായി. അത് ഫ്ലാഗ് ഓഫ് ചെയ്തത് DYSP PK സാബു ആണ്. സർഗധ്വനി 2025 ഔദ്യോഗികമായ ഉദ്ഘാടനം ഒക്ടോബർ 15 രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആണ് മുഖ്യ പ്രഭാഷകൻ. ശ്രീ P. ജോസഫ് MLA വിമല സ്കൂൾ മസ്കോട്ടായ ലൂണിയെ റിവീൽ ചെയ്യും. പ്രശസ്ത സിനിമാ താരം ശ്രീ കലാഭവൻ ഷാജോൺ വിശിഷ്ട അതിഥിയായി ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LI CMC സ്വാഗതം ആശംസിക്കും. CKS പ്രസിഡന്റ് റവറൻഡ് ഫാദർ മാത്യു കരീത്ര CMI അധ്യക്ഷത വഹിക്കും. CMC പാവനാത്മ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന CMC അനുഗ്രഹ പ്രഭാഷണവും മുനിസിപ്പൽ ചെയർമാൻ ശ്രീ K. ദീപക്, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ K. തൈറ്റേരി എന്നിവർ ആശംസകൾ അർപ്പിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CKS വൈസ് പ്രസിഡന്റ് ഫാദർ ജോൺസൺ പാലപ്പിള്ളി, തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LI CMC, പ്രോഗ്രാം കോർഡിനേറ്റർ ഗിരീഷ് ബാലൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിജോ J. തൈച്ചേരി, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്ബത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 8 13 ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളത്തിലെ 13 ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒക്ടോബർ 8 രാവിലെ 10 മണിക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. 15ഉം 20ഉം വർഷം പഴക്കമുള്ള പഴയ വാഹനങ്ങളുടെ റീടെസ്റ്റിംഗ് ഫീസ് ക്രമാതീതമായി ഉയർത്തിയതിനാൽ വാഹന ഉടമകൾ റീടെസ്റ്റിനും അതുമായി ബന്ധപ്പെട്ട വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി ഭാരിച്ച തുക മുടക്കേണ്ടതായി വരുന്നു. അതിനാൽ വാഹനത്തിന് വിപണി മൂല്യത്തേക്കാൾ വില വരികയും വാഹന ഉടമകൾ വാഹനം പൊളിച്ചുകളയാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യുകയാണ്. ഈ സർക്കാർ നടപടി പുനഃപരിശോധിക്കണമെന്നും ഈ മേഖലയിൽ വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലില്ലായ്മയും അനുബന്ധ മേഖലയിലെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തുന്നത്. ഇല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണ ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ ഞങ്ങൾക്ക് സംഘടനയുണ്ട്. സംഘടനയിൽ രാഷ്ട്രീയപരമായിട്ട് ഒന്നുമില്ല, അതുവഴി തന്നെ മതപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ഉള്ള സംഘടന. ഞങ്ങളുടെ സംഘടന രൂപം 40 വർഷമായി. ഈ 40 വർഷത്തിനിടയിൽ ഒരു സമരക്കുറയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. സമരങ്ങൾക്ക് ഇറങ്ങിയാൽ തന്നെ ഞങ്ങൾ ബസ് തല്ലിപ്പൊട്ടിക്കാനോ ക്ലാസ് പൊട്ടിക്കാനോ സമൂഹത്തിന് ബുദ്ധിമുട്ടാക്കുന്ന ഒരു പണിക്കും ഇറങ്ങിയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് സമരം ചെയ്താലേ ജയിക്കാൻ പറ്റൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതിന് പേരിൽ ഞങ്ങൾ ഇത്തവണ ഈ സ്റ്റാഫേരി പോളിസിക്ക് വേണ്ടിയും ഈ ഇതിന്റെ രജിസ്ട്രേഷന്റെ ഫീസ് വർധനയ്ക്കെതിരെയും ഞങ്ങൾ സമരം ചെയ്യുവാൻ വേണ്ടി ഈ 8-ാം തീയതി കളക്ടറേറ്റ് മാർച്ചിൽ ധർണയും വെച്ചിരിക്കുകയാണ്. ആ 8-ാം തീയതി 8/10/2025, അതായത് നാളെ കഴിഞ്ഞുള്ള ബുധനാഴ്ച ഞങ്ങൾ ധർണ നടത്തുക. AAWK സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS മീരാണൻ, AAWK ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ, ജില്ലാ സെക്രട്ടറി നിസാർ M. കാസിം, ജില്ലാ ട്രഷറർ സുമേഷ് S. പിള്ള, വൈസ് പ്രസിഡന്റ് ജോസ് AJ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലോട്ടറി തൊഴിലാളികളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ പറഞ്ഞു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് നടത്തിയ
പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കാനാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ പാവപ്പെട്ട തൊഴിലാളി വർഗത്തെ കൊള്ളയടിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നതെന്നും ഈ നിലപാട് തുടർന്നാൽ കോൺഗ്രസും INTUCയും തൊഴിലാളികളെ അണിനിരത്തി ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ പറഞ്ഞു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റി ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് നികുതി വർദ്ധിപ്പിക്കാതെ സംസ്ഥാന സർക്കാരിൻ്റെ വികസനത്തിന് ആവശ്യമായ പണം കണ്ടെത്താൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മൊത്തമായിട്ടുണ്ട്. ഉൽപാദന മേഖല പരിപോഷിപ്പിക്കുക, കാലഘട്ടം അനുസരിച്ചുള്ള ഉൽപാദന മേഖലയിലേക്ക് കൂടുതൽ പങ്കാളിത്തം ഉണ്ടാക്കുക, അത്തരം ഉൽപാദന മേഖലയിലൂടെ സർക്കാരിലേക്ക് നിയമാനുസൃതം വന്നു ചേരുന്ന കോടാനുകോടി രൂപകൾ സംസ്ഥാനത്തിന് ഖജനാവ് നിറയ്ക്കാൻ പര്യാപ്തമാണ് എന്ന് കേരളം ഒഴിച്ചുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന സർക്കാരുകൾക്കറിയാം. നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട് സംസ്ഥാനത്ത് ആനുകൂല്യങ്ങളൊക്കെ വാരിക്കോരി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ അത് അത്ഭുതത്തോടു കൂടി നോക്കി കാണുകയാണ്. തമിഴ്നാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഇടുക്കി ജില്ലയിലെ നിയോജകമണ്ഡലങ്ങളിലെ ജനങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളുടെ ജലക്ഷേമ പദ്ധതികൾ താരതമ്യം ചെയ്യുമ്പോൾ എന്തിന് കേരളത്തിൽ തുടരണമെന്ന് പോലും ചിന്തിക്കുന്നുണ്ട് എന്നാണ് നമ്മളൊക്കെ അറിയുന്നത്. കേന്ദ്ര സർക്കാർ ലോട്ടറിയുടെ മേലേർപ്പെടുത്തിയ 40% GSTയുടെ മറവിൽ സംസ്ഥാന സർക്കാർ ലോട്ടറി തൊഴിലാളികൾക്ക് മേലേർപ്പെടുത്തിയ അധിക ഭാരം അവസാനിപ്പിക്കണമെന്നും വെട്ടിക്കുറച്ച വിൽപ്പന കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്നും സമ്മാനങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സർക്കാരിന്റെ കൊള്ളലാഭം അവസാനിപ്പിക്കണമെന്നും ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് അനിൽ ആനക്കാനാട്ട് മാർച്ചിനും ധർണയ്ക്കും അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി D. കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ NI ബെന്നി, ജോയി മൈലാടി, ജോൺസി ഐസക്, അനുഷൽ ആന്റണി, ജയകുമാർ KS, റോബിൻ മൈലാടി, MG കണ്ണൻ, ഹരിനാരായണൻ, ബിജോ ജോസഫ്, PD ജോസ്, KM പൈലി, PP തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് സാബു വടശ്ശേരി, ആഗസ്തി ആലപ്പാട്ട്, മുജീബ് റഹ്മാൻ, PV അച്ചാമ, ബിന്ദു VK, സൈമൺ പുത്തൻപുര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചും ധർണയും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ ഇടുക്കി ജനതയെ മന്ത്രി റോഷി അഗസ്റ്റിൻ വഞ്ചിച്ചു എന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചെറുതോണിയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. ചെറുതോണി അടിമാലി റോഡിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി വഴി തടഞ്ഞ് ഗതാഗതം വാഴത്തോപ്പ് വഴി തിരിച്ചുവിട്ടിരുന്നു. സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് മന്ത്രിയുടെ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷത വഹിച്ച യോഗം KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും വലിയ പോലീസ് സംവിധാനത്തിന് DCC ഓഫീസിന് പോലും പോലീസിന്റെ സുരക്ഷയാണോ ഇനി മറ്റെന്തെങ്കിലും സാഹചര്യം കൊണ്ടാണോ DCC ഓഫീസിന് പോലീസിന് എത്തിയെന്ന് അറിയില്ല. പക്ഷേ റോഷി അഗസ്റ്റിനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയുള്ള ജനവിരുദ്ധ നീക്കങ്ങൾക്ക് ഓശാന പടലാണ് റോഷി അഗസ്റ്റിന്റെ പരിപാടിയെങ്കിൽ ഈ ജില്ലയിലെ പോലീസല്ല, ഈ സംസ്ഥാനത്തെ മുഴുവൻ പോലീസിനെ കൊണ്ടുവന്ന് അണിനിരത്തിയാലും മനസ്സമാധാനത്തോടുകൂടി ഇടുക്കി ജില്ലയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് സാധിക്കയില്ല എന്ന മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് സാധാരണഗതിയിൽ ഏറ്റെടുക്കുന്ന ഒരു സമരമല്ല ഇത്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഈ ഇടുക്കി ജില്ലയിലെ ജനസമൂഹത്തെ ഇതുപോലെ അപമാനിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ന്യായീകരണമാണുള്ളത്?
എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയനും ഡൊണാൾഡ് ട്രംപും ഒക്കെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. തലേ ദിവസം രാത്രി കാണുന്ന സ്വപ്നങ്ങൾ പിറ്റേ ദിവസം അവർ നിയമമാക്കി മാറ്റും. ഇതുപോലെ തന്നെയാണല്ലോ ട്രംപും. അരവട്ടനാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, UDF ഭരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്? ഇവിടെ ഭൂപതി നിയമവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കള്ള പ്രചരണങ്ങൾ അവർ നടത്തി, അതൊക്കെ UDF-ന്റെ കാലത്ത് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, UDF-ന്റെ കാലത്ത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു CPM-കാരൻ ഇതുപോലെ ഒരു മാർച്ച് നടത്തുന്ന ഗതികേടുണ്ടായിട്ടുണ്ടോ? DCC പ്രസിഡന്റ് CP മാത്യു, ജോയി വെട്ടിക്കുഴി, ടോണി തോമസ്, AP ഉസ്മാൻ, സോയിമോൻ സണ്ണി, അനീഷ് ജോർജ്, CP സലീം, ഷാനി വിൻസെന്റ് എന്നിവർ അഭിവാദ്യം അർപ്പിച്ചു സംസാരിച്ചു. യോഗത്തിന് ശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച പോലീസ് വാഹനത്തിന്റെ മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇത് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മികച്ച റോഡുകൾ സാധ്യമായതോടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കുരിശുപള്ളിപ്പടി താന്നിക്കണ്ടം പട്ടാളംപടി റോഡിന്റെ ഉദ്ഘാടനം, തിയേറ്റർ പടി താന്നിക്കണ്ടം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് നല്ല നിലയിൽ വികസിപ്പിക്കാൻ സാധിച്ചുവെന്നും പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മികച്ച റോഡുകൾ വന്നതോടെ നാടിനുണ്ടായ മാറ്റം ശ്രദ്ധേയമാണെന്നും ഇതിലൂടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം സാധ്യമായെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കുരിശുപള്ളിപ്പടി താന്നിക്കണ്ടം പട്ടാളംപടി റോഡിന്റെ ഉദ്ഘാടനവും തിയേറ്റർ പടി താന്നിക്കണ്ടം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉദ്ഘാടനം ചെയ്ത കുരിശുപള്ളിപ്പടി താന്നിക്കണ്ടം പട്ടാളംപടി റോഡ് നല്ല നിലയിൽ വികസിപ്പിക്കുവാൻ സാധിച്ചു. പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തിന്റെ വളർച്ചയിൽ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് ഏറ്റവും സ്വീകാര്യതയുള്ളതാണ്. കുട്ടിക്കാനത്ത് നിന്ന് കട്ടപ്പനയ്ക്കുള്ള റോഡിന് തുല്യമാണ് പൈനാവിൽ നിന്ന് അശോകയ്ക്കുള്ള റോഡെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട വാർഡുകളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ആ റോഡ് തീർന്നപ്പോൾ നമ്മുടെ നാടിനുണ്ടായ മാറ്റം, യാത്രാ സൗകര്യം 10-20 കിലോമീറ്റർ ദൂരം മെച്ചപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, ജീവിത നിലവാരം മെച്ചപ്പെട്ടു, നമ്മുടെ ഭൂമിയുടെ വാല്യൂ മെച്ചപ്പെട്ടു. പ്രതീക്ഷയോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു പുതുതലമുറയ്ക്ക് നല്ല ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി ഈ പ്രദേശം മാറി. അതിവിദൂരതയിലല്ലാതെ ടൂറിസം സാധ്യതകൾ ഈ മേഖലയിലേക്കും കൂടി കടന്നു വരാനുള്ള വഴിയൊരുക്കി. അങ്ങനെ എന്തുകൊണ്ടും ഹെഡ്ക്വാർട്ടേഴ്സുമായി വളരെ അടുത്ത് നിൽക്കുന്നൊരു പ്രദേശം എന്ന നിലയിൽ താന്നിക്കണ്ടത്തിന് ഏറ്റവും സന്തോഷകരമായ അനുഭവങ്ങളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് ലഭ്യമാക്കി കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളത്. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കൂടി ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ എത്തിച്ചേരുന്ന പ്രധാന റോഡാണ് കുരിശുപള്ളിപ്പടി താന്നിക്കണ്ടം പട്ടാളംപടി റോഡ്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,05 ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. താന്നിക്കണ്ടം സിറ്റിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഡിറ്റാച്ച് ജോസഫ്, ടിൻഡു സുഭാഷ്, പ്രഭാത് അങ്കച്ചൻ, നൌഷാദ് TE, സിജി ചാക്കോ, താന്നിക്കണ്ടം പള്ളി വികാരി ഫാദർ തോമസ് പുത്തൂർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളായ MV ബേബി, JK പിണക്കാട്ട്, ഷിജോ തടത്തിൽ, റോയ് ജോസഫ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടവട്ടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലോത്സവം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ആദരിച്ചു. ഇടവട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ചിറകുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ഒരു വേദികളിലൊന്നും പങ്കെടുക്കാൻ കഴിയാതെ വീട്ടിൽ അമ്മമാരുടെ അടുത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കുട്ടികൾക്ക് തങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും അവ രണ്ട് മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങള്. നമ്മുടെ കുട്ടികള് 156 ഭിന്നശേഷി കുട്ടികളാണ് നമ്മുടെ ഈ പഞ്ചായത്തിലുള്ളത്. നമ്മുടെ ഈ കലോത്സവ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ വിവിധ കലാപരിപാടികൾ
നമ്മളിവിടെ ഇന്നിവിടെ നടത്തപ്പെടുകയാണ്. എല്ലാവരും അവനവൻ അറിയാവുന്ന കലാപരിപാടികൾ നടത്തണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ചിറകുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭിന്നശേഷി കലോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീജ നൌഷാദ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ആദരിച്ചു. ICDS സൂപ്പർവൈസർ ടിൻഡു ജോൺ പദ്ധതി വിശദീകരണം നടത്തി. യോഗത്തിൽ മെമ്പർമാരായ സുജാത ശിവൻ, സുബൈദ അനസ്, ബിന്ദു ശ്രീകാന്ത്, ലത്തീഫ് മുഹമ്മദ്, താഹിറ അമീർ, HM തൊണ്ടിക്കുഴ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. തുടർന്ന് കലാപ്രകടനങ്ങളിലൂടെ പങ്കെടുത്ത കുട്ടികളും മുതിർന്നവരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു. നൃത്തം, സംഗീതം, പാട്ട്, മിമിക്രി തുടങ്ങി നിരവധി ഇനങ്ങൾ ഉൾപ്പെടുത്തിയ കലോത്സവം ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകൾക്ക് മാറ്റുകൂട്ടി. സ്ഥിരം സമിതി അധ്യക്ഷ മോളി ബിജു സ്വാഗതവും അംഗനവാടി വർക്കർ ലൈജു നന്ദിയും പറഞ്ഞു. ഈ ഭിന്നശേഷി കലോത്സവം ഇവിടെ സംഘടിപ്പിച്ച ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഭിന്നശേഷി ഉള്ള കുട്ടികൾക്ക് അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ഒരു വേദി ഒരുക്കിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്റെ ലക്ഷ്മി ഈ ഒഴിഞ്ഞ ഭാഗ്യലക്ഷ്മി എന്റെ കൈ കടന്ന് അവളു പടഞ്ഞു പടഞ്ഞു മരിച്ചത്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. എല്ലാത്തരം വാഹനങ്ങളുടെയും ടയറുകളുടെയും ഹോൾസെയിൽ റീറ്റെയിൽ വിൽപ്പന ഒരുക്കിക്കൊണ്ട് MMK ടയേഴ്സ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ന്യൂമാൻ കോളേജിന് എതിർവശത്തായി ആരംഭിച്ച MMK ടയേഴ്സിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. വാഹനങ്ങളുടെ ടയറുകളുടെ വൻ ശേഖരമൊരുക്കിയാണ് തൊടുപുഴയിൽ MMK ടയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. ടയറുകളുടെ ഹോൾസെയിൽ റീറ്റെയിൽ വിൽപ്പനയും MMK ടയേഴ്സിലുണ്ട്. ന്യൂമാൻ കോളേജിന് എതിർവശത്തായി ആരംഭിച്ച MMK ടയേഴ്സിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. MMK ടയേഴ്സ് എന്ന ഒരു സ്ഥാപനം ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. തൊടുപുഴയില് ഹൃദയഭാഗത്ത് തന്നെ ഏറ്റവും നല്ല കമ്പനികളുടെ ടയറുകൾ ലഭ്യമാക്കിക്കൊണ്ട് ഈ സ്ഥാപനം ഇവിടെ നടത്തുമ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ സ്ഥാപനത്തിന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനങ്ങൾ നൽകുന്നതിനും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ആളുകളുടെ മനസ്സിലിട പിടിക്കുന്നതിനും ഇതിൻ്റെ ഉടമസ്ഥരായുള്ളവർക്ക് സാധ്യമാകട്ടെ എന്നാണ് ഈ അവസരത്തിലേക്ക് പറയുവാനുള്ളത്. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ 5 ഭാഗ്യശാലികൾക്ക് സ്കൂട്ടർ ടയർ സമ്മാനമായി നൽകി. കുമ്മങ്കല്ല് തക്വ ജുമാ മസ്ജിദ് ഇമാം ഉസ്താദ് ഷഹീർ മൗലവി, കൗൺസിലർ ശ്രീലക്ഷ്മി K. സുദീപ്, AAWK തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ KA, സർഗം ഷെരീഫ് തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിവിധ കമ്പനികളുടെ ടയറുകളുടെ വിൽപ്പനയോടൊപ്പം നൈട്രജൻ ഫില്ലിംഗ്, പങ്ക്ചർ വർക്ക്, ടയർ പാച്ചിംഗ് എന്നിവയും മൊബൈൽ പങ്ക്ചർ വർക്കും ഒരുക്കിയിരിക്കുന്നുവെന്ന് മാനേജ്മെന്റ് പറഞ്ഞു.
ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണി പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനാ ജോയിന്റ് സെക്രട്ടറിയും AKBEF സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ B. രാംപ്രകാശ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് AR സുജിത് രാജു മുഖ്യ പ്രഭാഷണം നടത്തി. AIBEA ഇടുക്കി ജില്ലാ ചെയർമാൻ എബിൻ ജോസ് അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം ചെറുതോണി പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. AIBEA ജോയിന്റ് സെക്രട്ടറിയും AKBEF സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ B. രാംപ്രകാശ് ജില്ലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കിംഗ് മേഖലയിൽ 2 ലക്ഷത്തിലധികം ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ അത് നികത്തി രാജ്യത്തെ യുവജനങ്ങൾക്ക് സ്ഥിരജോലി നൽകണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ സമ്മേളനങ്ങളൊക്കെ വളരെ വാശിയേറിയ മത്സരം പോലെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കോട്ടയത്തെ ജില്ലാ സമ്മേളനം നടന്നു. 2 ദിവസം നീണ്ടു നിന്ന ജില്ലാ സമ്മേളനമാണ്. കോട്ടയത്തല്ല നടന്നത്, പാലായിലാണ് നടന്നത്. വനിതാ സമ്മേളനം നടത്തി, പൊതുസമ്മേളനം നടത്തി, ജാഥ നടത്തി, എല്ലാം അതായത് ഒരു വ്യത്യസ്തമായ രീതിയിൽ നടത്തി. ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ച പോലെ തൊടുപുഴയിൽ നടത്തുന്നതാണ് ജില്ലാ കമ്മിറ്റിക്ക് സൗകര്യമാണെങ്കിലും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ചെറുതോണിയിൽ സമ്മേളനം നടത്തിയതിന് ഞാൻ ജില്ലാ കമ്മിറ്റി അഭിനന്ദിക്കുന്നു. ആ ജില്ലാ കമ്മിറ്റിയുടെ ആ ഒരു ആഹ്വാനത്തെ അതേപോലെ മാനിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹാക്കളെയും വളരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് AR സുജിത് രാജു മുഖ്യ പ്രഭാഷണം നടത്തി. AKBEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാൾട്ടർ പൗലോസ്, സെക്രട്ടറി CK ജയപ്രകാശ്, ട്രഷറർ സന്ദീപ് നാരായണൻ, AKBEF സംസ്ഥാന വനിതാ കൗൺസിൽ കൺവീനർ PM അംബുജം, വർക്കേഴ്സ് കോർഡിനേഷൻ കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് PK ജബ്ബാർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, AKBEF സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ NNK രാമദാസൻ, ജോസഫ് കുര്യാക്കോസ്, RT യാദവ്, K സന്തോഷ് കുമാർ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. AIBEA ഇടുക്കി ജില്ലാ ചെയർമാൻ എബിൻ ജോസ് ജില്ലാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. AIBEA ജില്ലാ സെക്രട്ടറി നഹാസ് P. സലീം റിപ്പോർട്ടും ട്രഷറർ AV കൃഷ്ണഹരി കണക്കും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഇടുക്കി ജില്ലാ ചെയർമാനായി എബിൻ ജോസിനെയും സെക്രട്ടറിയായി നഹാസ് P. സലീമിനെയും തെരഞ്ഞെടുത്തു. ജോജോ പോൾ ട്രഷറർ, വൈസ് ചെയർമാൻമാരായി മാത്യു സെബാസ്റ്റ്യൻ, ET രാജൻ, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീനാഥ് KP, അസിസ്റ്റന്റ് സെക്രട്ടറിയായി AB കൃഷ്ണഹരി, KC സാലി, അനീഷ് ജയൻ എന്നിവരെയും സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. AIBEA ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രമേയങ്ങളും അവതരിപ്പിച്ചു. കേരള ബാങ്ക് മാനേജ്മെന്റ് തൊഴിലാളി വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കുക, ബാങ്കുകളിൽ ആവശ്യത്തിന് സ്ഥിരം ജീവനക്കാരെ നിയമിക്കുക, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുക, സ്റ്റേറ്റ് ബാങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ പോർട്ടൽ സംവിധാനം നടപ്പിലാക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം നീക്കം ഉപേക്ഷിക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. ജില്ലാ സമ്മേളനം സ്വാഗത സംഘം കൺവീനർ KP ശ്രീനാഥ് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂരിൽ ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് KSRTCയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഉടുമ്പന്നൂർ ഗ്രാമവണ്ടി സർവീസാണ് ആരംഭിച്ചത്. ആദ്യ സർവീസ് ഉടുമ്പന്നൂർ പാറേക്കവലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാകുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് KSRTCയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഗ്രാമവണ്ടി സർവീസ് ആരംഭിച്ചു. ആദ്യ സർവീസ് ഉടുമ്പന്നൂർ പാറേക്കവലയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാകുന്നേൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന ഗ്രാമവണ്ടി എല്ലാ വിഭാഗം ജനങ്ങളുടെയും അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും ആശംസകളും ഏറ്റുവാങ്ങി കടന്നുവരുന്നത്. ആയുർവേദം, അലോപ്പതി, ഹോമിയോ വിഭാഗങ്ങളിലായി 3 കോടി രൂപയുടെ പദ്ധതികൾ 5 വർഷം. ഗ്രാമപഞ്ചായത്താണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തെന്ന് വളരെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും ഞാൻ നിങ്ങളെ അറിയിക്കുക. ഇവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന, അവരെ നെഞ്ചിലേറ്റുന്ന, അവരോട് നെഞ്ചോട് ചേർക്കുന്ന പല പദ്ധതികളും ഈ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും അഭിമാനകരമായ പല പദ്ധതികളാണ് ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രകടന പത്രിക അവതരിപ്പിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഈ നാടിനോട് നമ്മൾ നൽകിയ ഒരു വാഗ്ദാനമാണ് കുടുംബാരോഗ്യ കേന്ദ്രവുമായുള്ള പ്രദേശത്തേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ ഈ ഭരണസമിതി ചുമതലയേറ്റാൽ സ്വീകരിക്കും എന്നുള്ളത്. ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം
സ്വകാര്യ വാഹന ഉടമസ്ഥരുമായി നമ്മൾ പലവട്ടം ചർച്ച നടത്തി. പൊതു ഗതാഗത സംവിധാനം അവിടേക്ക് ഏർപ്പെടുത്തുന്ന നിലയിൽ പല സ്വകാര്യ ബസ്സുകളുമായി ചർച്ച നടത്തിയപ്പോഴും അവിടുത്തെ റൂട്ടിന്റെ പ്രശ്നം, അങ്ങനെ മറ്റ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലൊരു ചെയിൻ സർവീസ് നടത്താൻ ഒരു സ്വകാര്യ ബസ്സും തയ്യാറാകാതിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് KSRTCയുമായി സംസാരിച്ചുകൊണ്ട് നമ്മൾ ഗ്രാമവണ്ടി എന്ന ഒരു ആശയം മുൻപോട്ട് വെക്കുന്നത്. വൈസ് പ്രസിഡന്റ് ആതിര രാമചന്ദ്രൻ, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ ബീന രവീന്ദ്രൻ, ശാന്തമ്മ ജോയ്, സുലേഷ സലീം, സെക്രട്ടറി ബിന്ദു ബി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തട്ടക്കുഴ കുടുംബാരോഗ്യ കേന്ദ്രം, ചെപ്പുകുളം, ഓലിക്കാമറ്റം, ഉപ്പുകുന്ന്, അമയപ്ര എന്നിവിടങ്ങളിൽ നാട്ടുകാർ ഗ്രാമവണ്ടിക്ക് സ്വീകരണം നൽകി. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ നേതാക്കൾ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. കോടിക്കുളം ചെരിയമ്പാറ അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തും കോടിക്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് നിർമ്മാണം നിർവഹിച്ചത്. ചടങ്ങിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡാനിമോൾ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്തും ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തും കോടിക്കുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി പണി കഴിപ്പിച്ച ചെരിയമ്പാറ അങ്കണവാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ നിർവഹിച്ചു. കാരണം ഫണ്ട് ലഭിക്കണം. ആ ഫണ്ട് ലഭിച്ചാൽ മാത്രം പോരാ, അതിനുള്ളതായ ഭൗതിക സാഹചര്യങ്ങളെല്ലാം വേണ്ടുന്ന രീതിയിൽ ഒരുക്കിയെടുക്കണം. മാത്രമല്ല അതിൻ്റെ റോള് ശരിയാണോ, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ശരിയാണോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഒരു സുവർണ തൂവലായി ഈ പദ്ധതിയെ കാണുന്നു. ചടങ്ങിൽ കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡാനിമോൾ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി സുനിൽ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജേർലി റോബി ആമുഖ പ്രസംഗവും മെമ്പർമാരായ ബിന്ദു പ്രസന്നൻ, ഷേർലി ആന്റണി, ഫ്രാൻസിസ് സ്കറിയ, രമ്യ മനു, ഷൈനി ബെന്നി, ഹലീമ നാസർ, പോൾസൺ മാത്യു, സെക്രട്ടറി ഷാജു മാത്യു, CDPO ജാനറ്റ് സേവ്യർ എന്നിവർ ആശംസയും ആര്യ കൃഷ്ണൻ കൃതജ്ഞതയും അറിയിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, സംഘടനാ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയ ശാസ്ത്ര അക്കാദമി ഓഫ് ഇന്ത്യ 2025 ഫെലോഷിപ്പ് തൊടുപുഴ സ്വദേശിക്ക്. തൊടുപുഴ വണ്ണപ്പുറം നമ്പ്യാപ്പറമ്പിൽ കുടുംബാംഗമായ ഡോക്ടർ സന്തോഷ് തമ്പിയാണ് ഫെലോഷിപ്പിന് അർഹനായത്. കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വകുപ്പിലെ സീനിയർ പ്രൊഫസറാണ്. സസ്യവർഗീകരണ ശാസ്ത്രരംഗത്തെ അതുല്യമായ ഗവേഷണ സംഭാവനകൾ പരിഗണിച്ചാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ശാസ്ത്ര അക്കാദമികളിൽ ഒന്നായ NASAയുടെ ബഹുമതി നേടിയത്. ഡിസംബർ 8 ഗുവാഹട്ടി IIT-യിൽ നടക്കുന്ന NASAയുടെ 95ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഫെലോഷിപ്പ് സമ്മാനിക്കും. കാലിക്കറ്റിൽ നിന്ന് NASA ഫെലോഷിപ്പ് ലഭിക്കുന്ന രണ്ടാമത്തെ പ്രൊഫസറാണ് ഡോക്ടർ സന്തോഷ് തമ്പി. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി വിരമിച്ച ഷിബിയാണ് ഭാര്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുടുംബശ്രീ സർവ്വതല സ്പർശിയായ നേട്ടങ്ങൾക്ക് വഴിതെളിച്ചുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. കഞ്ഞിക്കുഴിയിൽ കുടുംബശ്രീ CDS വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 ഒക്ടോബർ 11 മുതൽ 18 വരെ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 8-ന് 13 ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോട്ടറി തൊഴിലാളികളെ കൊള്ളയടിക്കാൻ അനുവദിക്കില്ലെന്ന് അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു. ഓൾ കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂപതിവ് ചട്ടഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.